അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. ദില്ലിയിലേക്ക് നമുക്കൊന്ന് പോകാം. പി ആർ സുനിൽ നമുക്കൊപ്പം ഉണ്ട്. പി ആർ സുനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിന്റേതാണ്. കാരണം എന്താണ് ഈ അപകടം ഉണ്ടായതിന്റെ കാരണം എന്നറിയാൻ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ നിർണായകമാണ്. എവിടെ നിന്നാണ് ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെത്തിയത്? സുജി, ഏതായാലും ബ്ലാക്ക് ബോക്സിനായുള്ള പരിശോധന രാവിലെ മുതൽ തുടരുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ തന്നെ എമർജൻസി ലൊക്കേറ്റഡ് ട്രാൻസ്മിറ്റർ കൂടി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ അതിൽ അവസാനം നടന്നിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒരു വിവരം ലഭിക്കും. ഏതായാലും രാവിലെ ഡിജിറ്റൽ ഓഡിയോ റെക്കോർഡർ ലഭിച്ചിരുന്നു, ഡാറ്റ റെക്കോർഡർ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ എമർജൻസി ലൊക്കേറ്റഡ് ട്രാൻസ്മിറ്ററും ലഭിച്ചിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഏതായാലും ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിലാണ്. ഏതായാലും ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെടുക്കാൻ ആയിരിക്കുന്നത്. വളരെ നിർണായകമാണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ ഒരു സുനിൽ. അപകടം നടന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 1:39 ഈ വിമാന ദുരന്തം സംഭവിച്ചത്. തീഗോളമായി മാറി കത്തിയമർന്ന് ആളുകളെ മുഴുവൻ ജീവനെടുത്ത യാത്രക്കാരുടെയും 2 പൈലറ്റുമാരുടെയും അതോടൊപ്പം തന്നെ 10 ക്രൂ മെമ്പേഴ്സിന്റെയും ജീവനെടുത്ത ആകാശ ദുരന്തമായി അഹമ്മദാബാദിന് മേൽ പെയ്തിറങ്ങിയ ആ ദുരന്തത്തിന്റെ കാരണമറിയാൻ ബ്ലാക്ക് ബോക്സിന്റെ പരിശോധന നിർണായകമാണ്. ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ തകർന്ന കെട്ടിടത്തിന്റെ, അതായത് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നാണോ ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നത്? സുജിയ, എവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ തകർന്ന വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ രാവിലെ മുതൽ ഈ ബ്ലാക്ക് ബോക്സിനായി പരിശോധനകൾ തുടരുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ഒരു പരിശോധനയിലാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നിരവധി ഈ ഡിജിറ്റൽ റെക്കോർഡുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത് തീർച്ചയായും ഈ ഒരു ദുരന്തം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രത്തിലേക്ക് അന്വേഷണ സംവിധാനങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. ഏതായാലും ഇതിന്റെ പരിശോധനയൊക്കെ തന്നെ അടുത്ത മണിക്കൂറുകളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വിദേശ വിദഗ്ധരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിലായിരിക്കും ഇതിന്റെ പരിശോധന നടക്കുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അന്വേഷണ സംവിധാനങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും ഇതിന്റെ അന്വേഷണത്തിന് വ്യക്തമായ ഒരു ലീഡ് നൽകുന്നതായിരിക്കും ഈ ബ്ലാക്ക് ബോക്സ് ലഭിച്ച സാഹചര്യം. ഏതായാലും രാവിലെ മുതൽ അതിനു വേണ്ടിയുള്ള പരിശോധനകൾ തുടരുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായിരിക്കുന്നു. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത് തീർച്ചയായും വലിയ നേട്ടം തന്നെയായിരിക്കും. ഏതായാലും ഒരു അട്ടിമറി സാധ്യത കേന്ദ്ര സർക്കാർ തള്ളുന്ന സാഹചര്യത്തിൽ വിമാന ദുരന്തത്തിന് വഴിവെച്ചത് വിമാനത്തിന്റെ തകരാർ തന്നെയാകാം എന്നതാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പക്ഷികൾ ഇടിച്ചുള്ള സാഹചര്യം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഉണ്ടായിട്ടില്ല. 2 എഞ്ചിനുള്ള ഡ്രീം ലൈനർ ആണ്. അപ്പോൾ ഈ 2 എഞ്ചിനുകളും ഒരേ സമയം കേടായ സാഹചര്യം എങ്ങനെയായിരുന്നു? അവസാന നിമിഷത്തിൽ ഈ ഒരു പൈലറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? എന്താണ് വിമാനത്തിനകത്ത് നടന്നത്? ആ കാര്യങ്ങളൊക്കെ തന്നെ കോക്പിറ്റിനകത്ത് എന്താണ് അവസാന നിമിഷങ്ങളിൽ നടന്നത്? ഈ പൈലറ്റ് എന്ത് ശ്രമമാണ് നടത്തിയത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി വ്യക്തമാകും. ഏതായാലും അതിലേക്കുള്ള വ്യക്തമായൊരു ലീഡ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബ്ലാക്ക് ബോക്സ് നൽകും. ഏതായാലും അതിന്റെ ഡീകോഡിംഗ്, അതിന്റെ പരിശോധനകളൊക്കെ തന്നെ ഇനി അടുത്ത മണിക്കൂറുകളിൽ നടക്കും. സുജിയ. ഓക്കെ, പി ആർ സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.